بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയ പണ്ഡിത സുഹൃത്തുക്കളെ, പുതിയൊരു ഗ്രൂപ്പ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ടല്ലോ, റൗദുർ റയ്യാഹീൻ. ഉനൈസാരി ഉസ്താദ് അവറുകൾ പരിശ്രമിച്ചു, കിതാബും കിട്ടി. അൽഹംദുലില്ലാ, ക്ലാസ് ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കിതാബിന് വേണ്ടി സഹായിച്ച, പണം കൊടുത്ത എല്ലാവരും ആർക്കയിലുണ്ടോ അവർക്കും ഈ പണം തന്നവർക്കും എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകട്ടെ. ഈ കിതാബ് അവസാനം വരെ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന് പരിശ്രമിക്കുകയും ശ്രമിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റൗദുർ റയ്യാഹീൻ എന്നാണ് കിതാബിന്റെ പേര്. ബഹുമാനപ്പെട്ട യാഫി തങ്ങൾ ഉണ്ടാക്കിയ കിതാബാണ്. മഹാനവറുകൾ ഇതിൽ ഉദ്ധരിക്കുന്ന മുഴുവനും സ്വാലിഹയുടെ ഹിക്കായത്തുകളാണ്. ബഹുമാനപ്പെട്ടവർ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരോട് നല്ല മുഹിബും ഷൗക്ക് തജീദ് ഇൻഷറാദിന്റെ അഖിലുകാരെ പറ്റിയുള്ള ആരിഫീങ്ങൾ, അവരോട് നല്ല ഇഷ്കുമുള്ള ഒരാളായതുകൊണ്ട് മഹാനവറുകൾ ഇങ്ങനെ കിതാബ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അത് സമുദായത്തിന്റെ ഇടയിലും പണ്ഡിതന്മാർക്കിടയിലും ചർച്ചാ വിഷയമാക്കി ഒരു കിതാബ് ഉണ്ടാക്കി. കേവലം സ്വയം നിൽക്കുണ്ടാക്കിയൊന്നുമല്ല, ഹിക്കായത്തുനിന്നാണ് മഹാന്മാര് പറഞ്ഞ വാക്കുകളിൽ കൊടുക്കും. അതിന് മഹാനവറുകൾ അവലംബമായി തെരഞ്ഞെടുത്ത കിതാബുകൾ ബഹുമാനപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരുടെ എല്ലാ മൊഴികളും തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ കിതാബ് ഉണ്ടാക്കിയത്. ഉത്സാരം പറയാണ്, കിതാബ് കൈയുള്ളവർക്ക് മുഖദ്ദിമൊക്കെ നോക്കാം. ഒരുപാട് മഹാന്മാർ അതിലുണ്ട്. ഇമാം ഗസാലി തങ്ങള്, ഖുശൈരി ഇമാം തങ്ങള്, സുഹ്റവർദി, പിന്നെ ബഹുമാനപ്പെട്ട അബു അബ്ദുല്ലാഹി മുഹമ്മദ് ഇബ്രാഹിം അൽ ഖബരി, താജുദ്ദീൻ അത്താവ് സാദുലി, സ്കന്ദരി, പിന്നെ കസ്തല്ലാനി, ഇങ്ങനെ മഹാന്മാർ ഒരുപാട് മഹാന്മാരുണ്ട്. ഇങ്ങനെ ഈ കിതാബിൽ മഹാനവറുകൾ എത്ര ഹിക്കായത്ത് കൊടുത്തിട്ടുണ്ട്? 500 ഹിക്കായത്ത് കൊടുത്തിട്ടുണ്ട്. 500 ഹിക്കായത്ത് മഹാന്മാരിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ 500ഓളം ഫസലുകളുണ്ട്. അത് 2 ഫസല് മുഖദ്ദിമയാണ്, 2 ഫസല് ഖാത്തിമത്താണ്, പിന്നെ ഖാത്തിമത്തുൽ ഖാത്തിമത്താണ് ഒരു ഫസല് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കിതാബുള്ളത്. അപ്പൊ ഈ കിതാബില് ഒരുപാട് മഹാന്മാരുടെ ചരിത്രമുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇതിൽ 1-ാം മുഖദ്ദിമ പറഞ്ഞു തന്നെ, ഫസല് പറഞ്ഞു തന്നെ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഫുഖറാക്കൾ, മസാക്കീൻ, ഇവരുടെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്നതാണ് മുഖദ്ദിമ. രണ്ടാമത് പിന്നെ പറയുന്നത് ഔലിയാക്കൾ കറാമത്ത് സ്ഥിരപ്പെടുത്തുക, ഇങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ഇതിലുള്ളത്. അങ്ങനെ അങ്ങ് പോന്നിട്ട് നമ്മളിനി വിശദീകരിക്കാൻ തുടങ്ങുന്ന പോകുന്നത് എന്താ അറിയോ? ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഫുഖറാക്കളുടെയും മിസ്കീന്മാരുടെയും ഒക്കെ ശ്രേഷ്ഠത വിവരിക്കാതെ പറഞ്ഞല്ലോ, അതിലേക്ക് വരികയാണ്. അവർ ചെറിയൊരു വിവരണമാണ് നമ്മളിപ്പോ റൗദുർ റയ്യാഹീനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നല്ല രീതിയിൽ പഠിക്കാനും തദ്രീസിനും തഅലീമിനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽ ഫസ്ലുൽ അവ്വലു മിനൽ മുഖദ്ദിമത്തി ഫീ ശൈഇൻ മിൻ ഫളാഇൽ ഔലിയാഇ സ്വാലിഹീന വൽ ഫുഖറാഇ വൽ മസാകീൻ മിമ്മാ ജാഅ ബിഹിൽ ഖുർആനു വൽ അഖ്ബാറു വൽ ആസാറു. മസാകീമാർ, ഫുഖറാ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ഇവരുടെ ഉന്നതികളിൽ അല്പം വിശദീകരിക്കുന്ന ഒരു മുഖദ്ദിമയുള്ള മസലാണ്. 1-ാം മസലാണ് മുഖദ്ദിമയിലുള്ള 1-ാം മസൽ. അത് ഖുർആനിന്റെയും ഹദീസിന്റെയും പണ്ഡിതന്മാരുടെയും മൊഴി അനുസരിച്ചാണ് കൊണ്ടുവരുന്നത്. അതിലാദ്യമായി തന്നെ കുറച്ച് ആയത്ത് നമുക്ക് പറയാം, ഒരു 10ഓളം ആയത്ത് പറയാം. ഇത് തെളിവായിക്കൊണ്ട് പറയാം. ഖാലല്ലാഹു അസ്സ മിൻ ഖായിൽ, അല്ലാഹു തആല പറഞ്ഞു, وأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ذلك الفضل من الله وكفى بالله عليما.
അക്കൂട്ട് എന്ന് പറയുമ്പോൾ എവിടുക്ക മുസാറിലേക്ക് അറിയാമോ? ഒമയുദ്ദില്ലാഹ വർ-റസൂല അത് മുമ്പ് കാണാം. അള്ളാഹും റസൂലിനും അനുസരിച്ച് വഴിപ്പെട്ട് ജീവിച്ചവർ. അക്കൂട്ടര് അള്ളാഹു തആല അനുഗ്രഹിച്ച ആൾക്കാരുടെ കൂടെയാണ്. അള്ളാഹു അനുഗ്രഹിച്ച ആൾക്കാർ ആരൊക്കെയാണ്? പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ. സിദ്ദീഖീങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ? അമ്പിയാക്കളുടെ ശിഷ്യന്മാർ ഉന്നതരാണ്. സിദ്ഖിന്റെ കാര്യത്തിനും തസ്ദീഖിന്റെ കാര്യത്തിനും അവർ ഭയങ്കര ഉന്നതിയിലാണ്. അതിന്റെ മഹാനാണല്ലോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാലോ മൂപ്പർക്ക് സ്ഥാനപ്പേര് വന്നത് എന്തുകൊണ്ടെന്ന്. സിദ്ഖിന്റെ അങ്ങേറ്റം ഏറ്റവും മഹാനാണ് മൂപ്പര്. ഇസ്രാ മിഅ്റാജ് എല്ലാവരും നിഷേധിച്ചു. കാഫിറൊക്കെ എന്തായാലും നിഷേധിച്ചു. അത് വെച്ച് കളിയാക്കാൻ ഖുറൈശികൾ വന്നു. അപ്പൊ കഅബയുടെ ഭാഗത്തിരിക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ചില ആളുകൾ മുസ്ലിങ്ങൾക്ക് തന്നെ സംശയങ്ങൾ വന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഖുറൈശി എന്നൊരു അബൂജഹൽ പോലത്തെ ആൾക്കാർ അത് ചോദിച്ചാ, മുഹമ്മദിന് ഇന്നലെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്, ഇന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇസ്രാ മിഅ്റാജൊക്കെ ഉണ്ടായിട്ടുണ്ട്, ബൈത്തുൽ മുഖദ്ദസ് പോയിട്ടുണ്ട് ഒക്കെ പറയുന്നുണ്ട്, നീ അത് വിശ്വസിക്കുന്നുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പൊ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒറ്റ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. എനിക്ക് ഉറപ്പാണ്. നബി പറഞ്ഞു ഉറപ്പന്നെയാണ്. ഇതാണ് സിദ്ഖും തസ്ദീഖും. ഇതിൽ അങ്ങേറ്റം വെച്ച ആൾക്കാരുണ്ട്, അവരുടെ കൂടെയായിരിക്കും. പിന്നെ ശുഹദാക്കള്, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ച ആൾക്കാർ. പിന്നെ സ്വാലിഹീങ്ങള്, അള്ളാഹുവിന്റെയും അടിയങ്ങളിൽ കടമകൾ നിറവേറ്റുന്ന ആൾക്കാർ സ്വാലിഹീങ്ങളാണ്. ഈ പറയുന്ന 4 ടീമോട് കൂടെയായിരിക്കും. ഈ 4 ടീമുകൾക്കാണ് അള്ളാഹു തആല അനുഗ്രഹം ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ദിനേനെ സുന്നത്ത് നമസ്കാരങ്ങളിലും ഫർദ് നിസ്കാരങ്ങളിലും അല്ലാതെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് ഫാത്തിഹയിൽ പറഞ്ഞ ഈ ടീമാണത്. അവരോട് കൂടെയാണ് അള്ളാഹും റസൂലും അനുസരിച്ച് ജീവിച്ച ആളുകൾ എന്നാണ്. അപ്പൊ അള്ളാഹും റസൂലും അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ഔലിയാക്കള്, ഈ പറഞ്ഞ സാലിഹീങ്ങള്, ഫുഖറാക്കള്, മിസ്കീങ്ങള്. ഈ മിസ്കിമാരൊക്കെ ഔലിയാക്കള് അള്ളാഹിന്റെ കൂടെയാണ്. ഈ പറഞ്ഞ മഹാന്മാരുടെ കൂടെയായിരിക്കും. ഹസനഉലൈക റഫീഖ, ഈ പറയപ്പെട്ട ആൾക്കാരൊക്കെ കൂട്ടുകാരൻ നല്ലവരാണ്, ഇവരാണ് കൂട്ടുകൂടേണ്ടത്. ദാലിക്കൽ ഫദ്ലു മിനല്ലാഹ്, ഇങ്ങനെയൊക്കെ അള്ളാഹു തആല കൊടുക്കുന്നത് അള്ളാഹിന്റെ ഔദാര്യമാണ്. അത് അള്ളാഹു തആല ഫദ്ൽ ചെയ്യുന്നതാണ്. വകഫാ ബില്ലാഹി, അള്ളാഹ് മതിയല്ലോ അലീം എന്നറിയാൻ, എല്ലാം അറിയുന്നവരാൽ അള്ളാഹു തആല മതി, ഒക്കെ അള്ളാഹ്ക്ക് അറിയാം. ഇതൊരായത്ത്. വഖാല തആല, ഇനി രണ്ടാമത്തെ ആയത്ത് നോക്കൂ. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. രണ്ടാമത്തെ ആയത്ത്. അതിന്റെ ആശാരം എന്താ നിങ്ങൾ അറിയണം. അള്ളാഹുവിന്റെ ഔലിയാക്കളായി ജീവിച്ച ആളുകൾക്കൊന്നും ഒരു ഭയവുമല്ല, ദുഃഖവുമല്ല, മുഷിപ്പുമില്ല. അവരാരാണ്? അത് വിശദീകരിക്കുകയാണ്. അവർ സത്യവിശ്വാസികളായ ആളുകളാണ്. അവർ അള്ളാഹു തആലയെയും എല്ലാത്തിനും ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാണ് അള്ളാഹിന്റെ ഔലിയാക്കൾ. മാത്രമല്ല ദുന്യവിയായ ജീവിതത്തിന് അല്ലാത്ത സന്തോഷമുണ്ട്. ദുന്യാവ് എങ്ങനെയോ പ്രയാസത്തിലേക്കാണ്. ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഖ, ആഖിറത്തിലും അവർക്ക് സന്തോഷമാണ്. അപ്പൊ അള്ളാഹു തആലാന്റെ കലിമത്തിൽ അള്ളാഹ് മാറ്റി മറിക്കൂല. അള്ളാഹുടെ തീരുമാനം ഇങ്ങനെ തന്നെയാണ്. അള്ളാഹു തആലാന്റെ തീരുമാനം ഇങ്ങനെയാകുമ്പോ ഈ കിട്ടുന്ന ഭാഗം വല്ലാത്ത ഭാഗ്യമല്ല, വലിയൊരു വിജയമാണ്. ഇത് അള്ളാഹിന്റെ ഔലിയാക്കൾക്കും സാലിഹീങ്ങൾക്കും ഉള്ള ശ്രേഷ്ഠതയാണ് ഈ രണ്ടാമത്തെ ആയത്തോട് വ്യക്തമാക്കിയത്. ഇനി മൂന്നാമത്തെ ആയത്ത് നോക്കുക. ഖാല സുബ്ഹാനഹു, അള്ളാഹു തആല പറയുന്നു, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. ഇബ്ലീസും അള്ളയുമായി ഉള്ളതായിരിക്കുന്ന മത്സരത്തിൽ ഇബ്ലീസിനെ തോൽപ്പിച്ചുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞ വാക്കുണ്ട്, ഇന്ന ഇബാദി, നിശ്ചയമായിട്ടും എന്റെ അടിയങ്ങളാവുന്ന എന്റെ ദാസന്മാർ. അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞാൽ ആ ടീമാണ് ഇബാദ്, ഉന്നതിയാണ് അവർക്ക്. അത് പ്രവാചകന്മാരും സ്വാലിഹീങ്ങളും സിദ്ദീഖീങ്ങളും ഒക്കെ തന്നെയാണ്. എന്റെ ഈ അടിയങ്ങൾ ലൈസ ലക അലൈഹിം സുൽത്താൻ. എവിടെ ശൈത്താൻ, ഇബ്ലീസേ, നിനക്ക് അവരുടെ മേലിൽ ഒരു അധികാരമല്ല, ജന്തു തന്നെ കാട്ടിയിട്ടും കാര്യമല്ല. എന്റെ അടിയങ്ങൾ പ്രയത്നിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. ആ ചരിത്രത്തിൽ ഇഷ്ടംപോലുണ്ടല്ലോ. എല്ലാ ഔലിയാക്കൾക്കും ശൈത്താൻ വന്നിട്ടുണ്ട്, ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഫഖാല അസ്സ വജല്ല, മറ്റൊരു ആയത്ത്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബ്ഹാനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. വല്ലദീന, ഒരു കൂട്ടരെ,
ജാഹദൂഫീന നമ്മുടെ മാർഗത്തിലായ ഒരു യോദ്ധാക്കളായി സമരം ചെയ്തു. ഇങ്ങനെയുള്ള ആളുകളെ ഹദിയന്നും നിശ്ചയമാടും നമ്മൾ അവരെ ചേർത്തും സുബ്രണ നമ്മുടെ വഴിക്ക് ചേർത്തും എന്നാണ് ചൊവ്വായ വഴിയിലേക്ക്. അള്ളാഹു താല ഇഹ്സാൻ ചെയ്യുന്ന ആൾക്കാരെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു താലെ ഭയപ്പെട്ട് അള്ളാഹ്ക്ക് അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഇഹ്സാൻ ചെയ്യുന്നവർ, ഇഖ്ലാസുള്ളവർ. അവരുടെ കൂടെയാണ് അള്ളാഹ് ഉണ്ടാകുന്നത്, അള്ളാഹിന്റെ സഹായം അവർക്ക് ഉണ്ടാകാം. ആ അള്ളാഹിന്റെ സഹായം കിട്ടിയവരാണ് അള്ളാഹിന്റെ ഔലിയാക്കള്, ഉലമാക്കള്, സ്വാലിഹീങ്ങളൊക്കെ. ഇനി മറ്റൊരു ആയത്ത് സുബ്ഹാനല്ലാഹ് അള്ളാഹു തആല പറയുന്നു യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു എന്നൊരായത്ത് കാണാം. യുഹിബ്ബൂനഹും എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം അള്ളാഹു തആല അവരെ ഇഷ്ടം വെക്കുന്നു, അവർ അള്ളാഹിനെ ഇഷ്ടം വെക്കുന്നു എന്നാണ്. വമൻ യർതദിദ് മിൻകും അൻ ദീനി പറഞ്ഞ ആയത്തുണ്ടാവും. വമൻ യർതദ്ദ മിൻകും അൻ ദീനി അതിന് മുമ്പ് അള്ളാഹു തആലയുടെ പരിശുദ്ധമായിരിക്കുന്ന മതം ഇസ്ലാം അത് സ്വീകരിക്കാതെ നിങ്ങൾ മതത്തിന്ന് പോവുകയാണെങ്കിൽ അള്ളാഹ്ക്ക് ഒരു പ്രശ്നമല്ല, അള്ളാഹ് നെവർമെന്റ് ആക്കും, നിങ്ങളൊക്കെ അള്ളാഹ് പോക്കിക്കളയും. എന്നിട്ട് അള്ളാഹു തആല ഇഷ്ടം വെക്കുന്ന അള്ളാഹിനെ ഇഷ്ടം വെക്കുന്ന ആൾക്കാർ അള്ളാഹ് കൊണ്ടുവരും. അതാരാണ്? ആ ആയത്ത് സൂചിപ്പിക്കുന്നത് അശ്അരി ഇമാമിലേക്കാണ്, അബൂ മുസ്ലിം അശ്അരി തങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഗോത്രക്കാരാണല്ലത്, അവരാണല്ലോ ശരിയായ പാതയിലൂടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വെളിച്ചം നൽകിയത്. അത് ഔലിയാക്കളെന്നല്ലേ. അപ്പൊ അങ്ങനെയുള്ള മഹാന്മാരായ ആൾക്കാർ അള്ളാഹ് കൊണ്ടുവരും. ആ മഹാന്മാർ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ട്. ഇതൊരായത്ത്. വഖാല അസ്സ വജല്ല അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ത്? റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി. അള്ളാഹുവിനോട് അവർ ഏതൊന്നുമായിട്ടാണ് കരാർ ചെയ്തിട്ടില്ലെങ്കിൽ അത്തരം കരാറുകളെയൊക്കെ അവർ വാസ്തവമാക്കി സത്യം പുലർത്തിക്കൊണ്ട് നടക്കുന്ന ആളുകൾ. ഇതൊരായത്ത്. ഇനി മറ്റൊരായത്ത് നോക്കുക. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ബിൽ ഹയാത്തിദ് ദുനിയാ വൽ ആഖിറതി വലകും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ഊൻ നുസുലൻ മിൻ ഗഫൂറിർ റഹീം. ഇതൊരായത്ത്. ഇന്നല്ലദീന നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ ഖാലു അവര് പറഞ്ഞിട്ടുണ്ട് എന്ത്? റബ്ബുനല്ലാഹ്, ഞങ്ങൾ സൃഷ്ടാവ് അള്ളയാണ്, ഞങ്ങൾ റബ്ബ് അള്ളയാണ്. അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട് സുമ്മസ്തഖാമൂ, പിന്നീട് ഇസ്ലാമിന് തെറ്റാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾ റസൂലുള്ള കൊണ്ടുവന്ന അതേ റൂട്ടിലൂടെ സഞ്ചരിച്ച് ഒരു വിധിയാകും വരുത്താതെ നേരാൻ ചൊവ്വൽ പോകുന്ന ആളുകൾ. തതനസ്സലു അലൈഹിമുൽ മലായികത്തു, ഇങ്ങനെയുള്ള ഔലിയാക്കളാണവർ, ഇങ്ങനെയുള്ള സ്വാലിഹീങ്ങളാണവർ, ഇങ്ങനെയുള്ള സിദ്ദീഖീങ്ങളാണ് അവർ, ഇങ്ങനെയുള്ള സുഹദാക്കളാണ് അവർ. അവരുടെ അടുത്തത് ആ മലായികത്ത് ഇറങ്ങി വരികയാണ്. അങ്ങനെ മലായികത്തിൽ ഇറങ്ങി വരും. ഇവർ മരിക്കുന്ന സമയമായിരിക്കാം. ആ സമയത്ത് വന്നിട്ട് പറയും അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ പേടിക്കേണ്ടതില്ല ഒരു കാര്യവും, നിങ്ങൾ മുഷിപ്പാവേണ്ടതുമില്ല, നിങ്ങളെ മക്കളെ കാര്യം നിങ്ങൾ ചിന്തിക്കണ്ട, അക്കാര്യത്തിൽ വിഷമിക്കണ്ട, ആഖിറത്ത് ചെന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇത് രണ്ടുമില്ലാത്ത ടീമായി നിങ്ങൾ ജീവിക്കുമെന്ന് മലായികത്ത് വന്ന് സന്തോഷം നൽകും. മാത്രമല്ല വീണ്ടും മലായികത്ത് ഇത്തരം ആളുകൾക്ക് സന്തോഷിപ്പിക്കുകയാണ്. വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ, നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അല്ലതീ കുന്തും തുഅദൂന, ആ സ്വർഗം നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടതല്ലേ, അത് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം നിങ്ങൾക്കുണ്ടേ, സന്തോഷിച്ചോ. എന്നിട്ട് മലായികത്ത് പറയുന്നു നഹ്നു ഔലിയാഉകും ബിൽ ഹയാത്തിദ് ദുനിയാ വൽ ആഖിറ, ഈ പ്രപഞ്ചത്തിലും പാർഥിക ലോകത്തും നിങ്ങൾക്കുള്ള സഹായങ്ങളാണ്, എവിടെയും നിങ്ങൾ ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കും. അള്ളാന്റെ ഔലിയാക്കൾക്ക് കിട്ടുന്ന സഹായം. വലകും ഫീഹാ, സ്വർഗത്തിൽ നിങ്ങൾക്കുണ്ട്, മാ തസ്തഹി അൻഫുസുകും, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ ആ ഇച്ഛിക്കുന്നത് മുഴുവൻ അതിലുണ്ട്. വലകും ഫീഹാ മാ തദ്ഊൻ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള നിങ്ങൾ ചോദിക്കും, ആ ചോദിക്കുന്നതും അതിലുണ്ട്. എല്ലാം കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗം അത് നിങ്ങൾക്കുള്ളതാണ്. നുസുലൻ മിൻ ഗഫൂറിർ റഹീം, റഹീമും ഗഫൂറുമായ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വിരുന്നുകാരായി സൽക്കരിക്കുന്ന സൽക്കാരം, അതൊക്കെ അള്ളാഹു തആല ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഔലിയാക്കളാണ്. ഇതാണ് ഈ ഔലിയാക്കൾ. ഈ ആയത്തിലൂടെ അങ്ങനെയാണ് എങ്കിൽ മറ്റൊരായത്തിലൂടെ പറയാം. വഖാല തആല, അല്ലാഹു തആല പറയുന്നു ലൈസൂ സവാഅൻ മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ
يتلون آيات الله آناء الليل وهم يسجدون يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر ويسارعون بالخيرات وأولئك من الصالحين. ഇവരാണ് സാലിഹീങ്ങൾ. എന്താ പറഞ്ഞത്? ലൈസു അവരല്ല, സവാഅൻ മിൻ അഹ്ലിൽ കിതാബി സവാഅൻ അവർ സമമല്ല, കാഫിറും മുസ്ലിമും ഒന്നും സമമല്ല. മിൻ അഹ്ലിൽ കിതാബി മുൻഭേദക്കാരുടെ കൂട്ടത്തിലുണ്ട്, ഉമ്മത്തുൻ ഖായിമത്തുൻ ചൊവ്വായി ലെവലായി പോകുന്ന ഒരു ടീമുണ്ട്. എന്താ പോലെ സവിശേഷത? യത്ലൂന ആയാത്തില്ല, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ ഓതിക്കൊണ്ടിരിക്കും. ആനാ അല്ലൈലി രാത്രിയാമങ്ങളിൽ, വഹും യസ്ജുദൂന തരത്തിൽ അവർ സുജൂദിലാണ്. അപ്പൊ ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കും, ഖുർആൻ മനസ്സിലാക്കും, ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കും, അള്ളാഹ് ഇബാദത്തുമായിട്ട് അവർ ജീവിക്കും. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാൾ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കുന്നവരാണവർ. വയഅ്മുറൂന ബിൽ മഅറൂഫി, നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്നവരാണവർ. വയൻഹൗന അനിൽ മുൻകരി, തെറ്റായ കാര്യങ്ങളെ തൊട്ട് തടയുന്നവരാണവർ. വയസാരിഊന ഫിൽ ഖൈറാത്തി, നന്മകളിൽ ഉളരുന്നവരാണവർ. വഉലൈക, ഈ വിശേഷണം നൽകപ്പെട്ട കൂട്ടർ ആരാണിവർ? അള്ളാന്റെ ഖുർആൻ വായിക്കുന്നവർ, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ വായിക്കുന്നവർ, സുജൂദ് ചെയ്യുന്നവർ, അള്ളാനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിച്ചവർ, നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്നവർ, തിന്മയെ തടയുന്നവർ, നന്മയുടെ കാര്യങ്ങൾ മുന്നോടിയായി അതിവേഗത്തിൽ കുതിച്ചു പായുന്നവർ, ഒന്നും നഷ്ടപ്പെടുത്താത്തവർ, ഇവരാണ് സ്വാലിഹീങ്ങൾ. ഇവരൊക്കെ സ്വാലിഹീങ്ങൾപ്പെട്ടവരാണ് എന്നീ ആയത്ത്. ഇനി മറ്റൊരു ആയത്ത് വായിക്കാം. വഖാലത്ത് തആല, അല്ലാഹു തആല പറയുന്നു, വസ്ബിർ നഫ്സക മഅൽ ലദീന യദഊന റബ്ബഹും ബിൽഗദാത്തി വല്ലശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. ഇത് എത്രാമത്തെ ആയത്ത്? ഏകദേശം 10ാമത്തെ ആയത്തിന്റെ അടുത്ത് എത്തി. എന്താ ഇവിടെ പറഞ്ഞത്? വസ്ബിർ നഫ്സക, അങ്ങയുടെ ശരീരത്തെ നിങ്ങൾ നിലനിർത്തി ശ്രമിക്കണം നബിയെ. അല്ലതിന് ഒരു കൂട്ടരോടുകൂടെ. എങ്ങനത്തെ കൂട്ടര്? യദഊന റബ്ബഹും ബിൽഗദാത്തി വല്ലശി, രാവിലെയും വെളുകുന്നേരം സദാസമയം അവരുടെ റബ്ബിനെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ നിങ്ങൾ ഇരിക്കണം നബിയെ, ക്ഷമയോടുകൂടി. യുരീദൂന വജ്ഹഹു, അല്ലാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത്. വലാ തഅദ് ഐനാക അൻഹും, ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അവരെ തൊട്ട് നിങ്ങളെ കണ്ണുകളെ നിങ്ങൾ മാറ്റരുത് നബിയേ. നിങ്ങളെ കണ്ണുകൾ തിരിച്ചു കളയാൻ പാടില്ല. ഇവരിലേക്ക് ശ്രദ്ധ വേണം. ഇവരോട് കൂടെ നിങ്ങൾ കൂടണം. ഇവർ നല്ലവരല്ലേ. തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ, ദുനിയായിരിക്കുന്ന ഒരു സുഖജീവിതം, അത് നിങ്ങൾ ഉദ്ദേശിച്ചവരായിട്ട് തിരിയരുത്. നബിക്കതുണ്ടാവില്ല. സാങ്കല്പികമായി പറയുകയാണ്. അത് നമുക്ക് ബാധകമാണ്. അപ്പൊ നല്ലവരോട് കൂടെ കൂടണം. ദുന്യവുമായി ചിന്തിക്കണ്ട. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മളെ വിസ്മരിച്ച് ജീവിക്കുവാൻ വേണ്ടി അവരുടെ ഹൃദയത്തെ നമ്മൾ അശ്രദ്ധവാന്മാരാക്കി. നമ്മളെ വിസ്മരിക്കൂല, അശ്രദ്ധയിലായിരിക്കും അവർ. അങ്ങനെയുള്ള ആളുകൾക്ക് നബിയെ നിങ്ങൾ അനുസരിക്കരുത്. ഇത് അള്ളാന്റെ ഔലിയാക്കളോട് കൂടെ ഇരിക്കണം, സാവസിക്കണം എന്നെനിക്ക് തെളിവാണ്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا. ലിൽഫുഖറായി, സാധുക്കൾക്കുണ്ട്. അല്ലദീനായ, എങ്ങനത്തെ സാധുക്കള്? ഉഹ്സിറു, അവരെ തടയപ്പെട്ടിരിക്കുകയാണ്. ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ. അള്ളാഹുവിന്റെ മാർഗത്തിലായിട്ട് യുദ്ധം ചെയ്യുവാനും അള്ളാഹു തആലാന്റെ ഇൽമു പഠിക്കുവാനുമായി ശരീരത്തെ തടയപ്പെട്ടവരാണവർ. അപ്പൊ സുഫത്തിന്റെ അധികാരാണവർ. ലാ യസ്തതിഊന ദർബൻ ബിൽ അർളി, ഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കൃഷി ചെയ്യുവാനോ ജോലിയെടുക്കുവാനോ കച്ചവടത്തിന് യാത്ര വേണം, അതൊന്നും ഇവർക്ക് ചെയ്യാൻ കഴിയൂല. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നവരാണിവർ. യഹ്സിബുഹുൽ ജാഹിൽ, ഇത് സാധുക്കളല്ലേ. ഈ സാധുക്കൾക്കും നിങ്ങൾ കൊടുക്കേണ്ട വിഹിതമുണ്ട്. എങ്ങനത്തെ സാധുക്കൾ? യഹ്സിബുഹുൽ ജാഹിലു, ഈ സാധുക്കളെ പറ്റി തിരിയാത്ത ആളുകൾ, നിങ്ങൾ തിരിയാത്തവരായിരിക്കും, മനസ്സിലാക്കാത്തവരായിരിക്കും അവർ. ഈ സാധുക്കളെ പറ്റി വിചാരിക്കും അഗ്നിയ, സമ്പന്നന്മാരാണ് എന്ന്. എന്താ കാരണം?
അവർ നല്ല തഅഫുബലായതുകൊണ്ട് ആരോടൊന്നും ചോദിക്കാൻ അവർ പോകുന്നില്ല, അതൊന്നും അവർ സ്വീകരിക്കുന്നില്ല, ചോദിക്കാതെ ജീവിക്കുകയാണ്. ഇത് കാണുമ്പോൾ മനസ്സിലാക്കും ഇവർ സമ്പന്നന്മാരാണ്. എത്രയോ ആളുകൾ ഇന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ അത് മനസ്സിലാക്കുക, അയാൾക്കൊന്നും ആവശ്യമില്ല, അയാൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്, അയാൾ അവിടൊന്നും ചോദിക്കുന്നില്ലോ എന്ന്. ചോദിക്കാതെ എന്തുകൊണ്ടാ? അത് അയാളെ ലജ്ജ കൊണ്ടാണ്, നാണം കൊണ്ടാണ്. എന്നിട്ട് അല്ലാഹു തആല അവരെ പരിചയപ്പെടുത്തുന്നു, തഅരിഫുഹും, അവരെ കുറിച്ച് നിങ്ങൾക്കറിയാം, ബിസീമാഹും, അവരുടെ അടയാളങ്ങൾ. എന്താണ് അവരുടെ അടയാളം എന്ന് പറയുമ്പോൾ വിനയമാണ്, യുദ്ധത്തിന്റെ അടയാളമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരെ ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ, ജനങ്ങളോട് അവരൊന്നും യാചിക്കുകയില്ല, ചോദിക്കുകയില്ല, ഒന്നും തന്നെ അവർ സംഭവിക്കുകയില്ല, കീർത്തിച്ച് ചോദിക്കൂല, വല്ലതും തരണമെന്ന് പറയൂല, ഞങ്ങളെ സഹായിക്കണമെന്ന് പറയൂല, ഞങ്ങൾ സാധുക്കളാണെന്ന് പറയൂല. ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ സാധുക്കളെ മനസ്സിലാക്കേണ്ടത്. അവർക്കും നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്, അവർക്കും വിഹിതമുണ്ട്. ഈ സാധുക്കൾ ആരാണ്? അള്ളാഹുവിന്റെ ഇഷ്ടക്കാരല്ലേ? അതാണ് ഹെഡിങ്ങിൽ 1-ാം വസലിൽ പറഞ്ഞത്. ഔലിയാക്കളെ പറ്റി പ്രതിപാദിച്ചു ഈ ആയത്തിലൂടെ. സ്വാലിഹീങ്ങളെ പറ്റി പറഞ്ഞു, ഫുഖറായിനെ പറ്റി പറഞ്ഞു, മിസ്കീന്മാരെ പറ്റി പറഞ്ഞു, എല്ലാരെ പറ്റിയും പറഞ്ഞു. ഇവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടക്കാർ. ഇവരോട് കൂടെയാണ് നമ്മൾ കൂടേണ്ടത്. ഇതാണ് 1-ാം മുഖദ്ദിമയിൽ 10 ആയത്ത് മഹാൻ കൊണ്ടുവന്നു. ഫഹാദിഹി 10 ആയാത്തിൻ ഇഖ്തസർതു അലൈഹാ, ഈ 10 ആയത്തിന്റെ മേൽ ഞാൻ ചുരുക്കിയിരിക്കുന്നു. ഇതെന്നെ ധാരാളം വിശദീകരിക്കാനുണ്ട്. വിശുദ്ധ ഖുർആൻ എത്രയോ ആയത്ത് ധാരാളം കാണാം. അതോടൊപ്പം തന്നെ അമ്മൽ അഖ്ബാറു ഫനഖ്തസിറു മിൻഹാ അലാ 10 അഹാദീസ സ്വഹീഹൻ, സ്വഹീഹായതായ ഒരു 10 ഹദീസ്. ആ 10 ഹദീസിന്റെ മേലിലും ഞാൻ പറഞ്ഞതുപോലെ ചരിത്രങ്ങൾ അല്ലെ അഖ്ബാറിൽ നിന്ന് കൊണ്ടുവരും. അപ്പൊ ഈ കിതാബ് ഇനി പറയുന്നത് 10 ഹദീസാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആസാറിലേക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. സമയം എഴുകുന്നുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം, ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു വിഷയം എടുത്തത് അവതരിപ്പിച്ച് അവസാനിപ്പിക്കണ്ടേ? എന്നാൽ തന്നെ വിശദീകരണം ചുരുക്കിയിരിക്കുകയാണ്. ഞാൻ ചുരുക്കിയിട്ടേ പറയുള്ളൂ, അല്ലാതെ ഞാൻ ബയാൻ ചെയ്യുന്നില്ല, മടുപ്പ് വരും. പ്രധാനപ്പെട്ട മാത്രം ബയാൻ ചെയ്ത് പോകും. അത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ക്ലാസ് അവസാനം വരെ, ഇതൊന്നല്ല ഏതും, അവസാനം വരെ എടുക്കാനും നമുക്ക് കേൾക്കാനും ചർച്ച ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇരു വീട്ടിലും അള്ളാഹു മഹാന്മാരോട് ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടട്ടെ. ഈ മഹാന്മാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹ് നമ്മുടെ ജീവിതം ഖൈറിലാക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.